ആരാധന നൽകാൻ, ന്യായമായും ആരാധന ചെയ്യാൻ തരപ്പെട്ടവനായി ആരുമില്ല ഇല്ലല്ലാഹ്. ആ നിഷേധത്തിന്റെ ശേഷം പിന്നീട് ഇസ്ബാത്ത്, സ്ഥിരീകരണം, അല്ലാഹു ഒഴികെ അവൻ മാത്രമേയുള്ളൂ. ഈ കാര്യം ഒരാൾ മനസ്സാ അംഗീകരിച്ചു. അംഗീകരിച്ചതിനു ശേഷം അതയാൾ എന്ത് ചെയ്തു? നാവുകൊണ്ട് പ്രഖ്യാപിച്ചു. കാരണം ഈ കാര്യം അയാളുടെ ഗരീസത്തിൽ തന്നെ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ളതുമാണ്. കുല്ലു മൗലൂദ് യൂലദു അലൽ ഫിത്ര. ഏതൊരു കുഞ്ഞും ജനിച്ചു വീഴുന്നത് ഈ ഫിത്രത്തിലാണ്, ഹനീഫിയ്യത്തിലാണ്. അള്ളാഹ് മാത്രമേ ഇലാഹുള്ളൂ എന്ന വസ്തുത അംഗീകരിക്കുന്നതും അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനെയും ആരാധന ചെയ്യാൻ പാടില്ല, അവയെ ഉപേക്ഷിക്കണമെന്നുള്ള കാര്യം അത് അംഗീകരിക്കുന്നതുമായ മാനസികാവസ്ഥയിലാണ്, പ്രകൃതത്തിലാണ്, ഫിത്രത്തിലാണ് അള്ളാഹു എല്ലാ കുഞ്ഞിനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നെ ആ കാര്യം അയാൾ ഈ പ്രപഞ്ചത്തിലുള്ള അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നോക്കി ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്നു. അമ്പിയാക്കന്മാരെ നിയോഗിച്ചു കൊടുത്തിട്ട് അമ്പിയാക്കന്മാരുടെ താലിമുകളിലൂടെ ആ കാര്യത്തെ വീണ്ടും ഉറപ്പിക്കുന്നു. ഇങ്ങനെ ആ കാര്യം അയാൾ കൂടുതൽ ഉറപ്പിച്ചുകൊണ്ട് ആ കാര്യം പറയുകയാണെങ്കിൽ തീർന്നു, അയാൾ ഉറപ്പാണ് തൗഹീദിലേക്ക് വരിക. ഇത് പറയുന്നതോടുകൂടി ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഈ വചനം മുഹമ്മദ് നബി അങ്ങോട്ട് പറഞ്ഞു, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ. അല്ലയോ ജനങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് നിങ്ങൾ പറയൂ, എങ്കിൽ നിങ്ങൾ വിജയിക്കും. എന്താണ് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ സ്രഷ്ടാവായി അള്ളാഹു മാത്രമേയുള്ളൂ, റബ്ബായി അള്ളാഹു മാത്രമേയുള്ളൂ, ഖാലിഖായി അള്ളാഹു മാത്രമേയുള്ളൂ, റാസിഖായി അള്ളാഹു മാത്രമേയുള്ളൂ. അതല്ല അതിന്റെ അർത്ഥം അവർ മനസ്സിലാക്കിയത്. ഇന്ന് ചില ആൾക്കാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ അർത്ഥം മനസ്സിലാക്കുന്നുണ്ട്. സൂഫികളിൽപ്പെട്ട ചില ആളുകൾ, ജമാഅത്ത് തബ്ലീഗിൽപ്പെട്ട ചില ആളുകൾ, അതുപോലെ തന്നെ ഇഖ്വാനുൽ മുസ്ലിമൂനിൽപ്പെട്ടിട്ടുള്ള ചില ആളുകൾ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഖാഇദത്തു അൽ മഅ്സിറ വത്തആവുൻ, മഅ്സിറത്തിന്റെയും തആവുനിന്റെയും തത്വം എടുക്കുന്ന ആൾക്കാരാണ്. എന്നുവെച്ചാൽ വേറെ ഏതൊക്കെ കാര്യത്തിൽ തെറ്റിപ്പോയാൽ ആ കാര്യത്തിൽ സാരല്ല, നമുക്ക് എക്സ്ക്യൂസ് കൊടുക്കാം. എന്നാൽ ബാക്കി നമ്മൾ തമ്മിൽ യോജിക്കുന്ന വിഷയം ഉണ്ടല്ലോ, അതിന് നമുക്ക് യോജിക്കാം. യോജിക്കുന്ന വിഷയം എന്താ? യോജിക്കുന്ന വിഷയം നമുക്കിവിടെ ഭരണം ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഇഖ്വാന്റെ സംബന്ധിച്ച്, ജമാഅത്തുൽ ഇഖ്വാനെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിന് സഹകരിച്ചാൽ മതി. അതേസമയം സൂഫികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവരുടെ സൂഫി തരീഖത്തിൽ ബയ്യത്ത് കൊടുക്കാൻ നിന്നാൽ മതി. അതേമാതിരി ജമാഅത്ത് തബ്ലീഗാണെങ്കിൽ ഈ കാര്യം പറഞ്ഞ ആളുകൾക്കിടയിൽ ചെറിയ പ്രശ്നം ഉണ്ടാകും. ഒരു പ്രശ്നം ഉണ്ടാക്കാതെ നമുക്ക് എല്ലാവരെയും വലിച്ചുകൂട്ടി ജമാഅത്ത് പോയാൽ മതി. അതുകൊണ്ട് തന്നെ യോജിക്കുന്ന കാര്യങ്ങളിൽ യോജിപ്പില്ലാത്ത കാര്യത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന അഭിപ്രായ വ്യത്യാസമുള്ളത് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എക്സ്ക്യൂസ് ചെയ്യാം. ഈ ഖാഇദത്തുൽ മഅ്സിറത്തി വത്തആവുൻ, ഈ ഫാസിദായ ഖാഇദ, അതിനു വേണ്ടി പല ആളുകളും അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ അർത്ഥം അവർ മനസ്സിലാക്കുക ലാ ഖാലിഖ ഇല്ലല്ലാഹ്, ലാ ഹാകിമ ഇല്ലല്ലാഹ്, ലാ റാസിഖ ഇല്ലല്ലാഹ്, റാ റബ്ബ ഇല്ലല്ലാഹ്. പക്ഷേ റസൂലുള്ളാഹി ദഅവത്ത് നടത്തിയപ്പോൾ ഒരു അറബിയും അങ്ങനെ തെറ്റിദ്ധരിച്ചില്ല. അവിടെ ജമാഅത്തുൽ ഇഖ്വാന്റെ ആൾക്കാരുണ്ടായിരുന്നില്ല, അവിടെ തബ്ലീഗിന്റെ ആളുണ്ടായിരുന്നില്ല, അവിടെ അല്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നില്ല, സൂഫികൾ ഉണ്ടായിരുന്നില്ല. അവര് ശുദ്ധമായ അറബികളാണ്. അവരുടെ ശരീഅത്ത് കൊണ്ട് ആ വചനത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിയത് തിരിച്ചു ചോദിച്ചു, അജഅലല്ലാഹ ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, നിങ്ങൾ വിജയിക്കും. മറ്റൊരിക്കൽ റസൂലും അവരോട് തുറന്നു പ്രഖ്യാപിച്ചു, അവരോട് മാർക്കറ്റിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ അത് അംഗീകരിക്കൂ, എങ്കിൽ അറബികൾ മുഴുവനും നിങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ പറ്റും, അനറബികൾ നിങ്ങൾക്ക് കീഴിൽ വരികയും ചെയ്യും. അപ്പൊ അവര് മനസ്സിലാക്കിയത് റബ്ബ് അള്ള മാത്രമുള്ളൂ, ഖാലിഖ് അള്ള മാത്രമുള്ളൂ, റാസിഖ് അള്ള മാത്രമുള്ളൂ, ഹാക്കിം അള്ള മാത്രമുള്ളൂ എന്നല്ല. മുഹമ്മദ് ഈ വചനം കൊണ്ട് പറഞ്ഞത് അജ്അലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഞങ്ങൾ ആരാധിക്കുന്ന വദ്ദിനെ ഇനി പറ്റില്ല, സുവാഇനെ പറ്റില്ല, യഗൂസിനെ പറ്റില്ല, യഊഖിനെ പറ്റില്ല, നസ്റിനെ പറ്റില്ല, ലാത്തയെ പറ്റില്ല, ഉസ്ബയെ പറ്റില്ല, മനാത്തയെ പറ്റില്ല, മനാഫിനെ പറ്റില്ല, ഹുബലിനെ പറ്റില്ല. അങ്ങനെ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് വിഗ്രഹങ്ങൾ അതിനൊക്കെ ഒഴിവാക്കിയിട്ട് അല്ലാഹനെ മാത്രം ആരാധിക്കണം. ഇതല്ലേ മുഹമ്മദ് പറയുന്നത്? ഇത് വലിയ അത്ഭുതം തന്നെയാണ്. അള്ളാണ് ഇതൊക്കെ പറഞ്ഞത് ശരി തന്നെയാണ്.
പക്ഷെ അള്ളാന്റെ അടുക്കലേക്ക് നമുക്ക് പോകാൻ ഈ ഇടയാളന്മാരും മധ്യവർത്തികളും വേണ്ടേ? അള്ളാഹനെ ഞങ്ങൾ അംഗീകരിക്കാത്ത ഒരു പ്രശ്നമല്ലല്ലോ. ഇവരെ ഞങ്ങൾ സ്വീകരിക്കുന്നത് ഇവർ അള്ളാഹ്ക്ക് വേണ്ടപ്പെട്ടവരല്ലേ, അള്ളാഹുവിന്റെ അടുക്കൽ മുഖറബുകളല്ലേ. ഇവർ പറഞ്ഞാൽ അള്ള തട്ടില്ലല്ലോ. ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയാനല്ലേ ഞങ്ങൾ ഇവരുടെ പിന്നാലെ കൂടുന്നത്. ويعبدون من دون الله ما لا يضرهم ولا ينفعهم ويقولون هؤلاء شفاعنا عند الله. ഇതായിരുന്നു അവരുടെ വാദം. ഇവർ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ പറയുന്നവർ മാത്രമാണ്. അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ അള്ള തന്നെയാണ്. പക്ഷെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ഇവര് ഞങ്ങളെ സഹായിക്കും. അതിനാണ് ഞങ്ങൾ അവരെ പിന്നാലെ കൂടുന്നത്. ഇവര് അള്ളാഹനെ പോലുള്ള അജലിയും അപതിയുമായ നാട്ടുള്ളവരല്ല. അവർക്ക് സ്വന്തമായ കഴിവുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. അവർ ഈ ലോകത്തെയും ആകാശത്തെയും ഭൂമിയെയും പടക്കുകയോ നിയന്ത്രിക്കുകയോ പരിപാലിക്കുകയോ ചെയ്യുന്നു എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഇല്ലാ ശരീക്കൻ ഹുവനക് തമ്മിക് ഹുവമാമനക്. ആ പങ്കാളികളെ അള്ള സ്വീകരിച്ചത് അള്ളാഹ്ക്ക് മുഖറബീങ്ങളാണ്. അവർക്കുള്ള മുഴുവൻ കഴിവുകളും അള്ള തന്നെ കൊടുത്തതാണ്. അല്ലാതെ അവർക്ക് സ്വന്തമായി എന്തെങ്കിലും ഉണ്ട് എന്ന് പോലും ഞങ്ങൾ കരുതുന്നില്ല. ആ പറഞ്ഞ ആളുകളോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയോട് പറഞ്ഞത്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് വദ്ദിനി സുവാഇനി യഹൂത്തിനി യഹൂത്തിനി നസ്റിനി ലാത്തിയെയും ഉസ്സയെയും മനാത്തിയെയും ഹുബലിനെയും ഒക്കെ ഉപേക്ഷിക്കുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യണം. അതിനാണ് യുദ്ധം നടത്തിയത്. അവരിൽ പലരെയും വധിച്ചത്, അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും ബന്ദികളാക്കി പിടിച്ചത്, അവരുടെ സമ്പത്ത് കണ്ടുകെട്ടിയത് അതിന്റെ പേരിലാണ്. അപ്പൊ അറബികൾക്ക് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടില്ല. അവർ ചോദിച്ചത് അതാണ്. അതിനാൽ തന്നെ ഒരാൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മനസ്സറിഞ്ഞ് നാവ് കൊണ്ട് പ്രഖ്യാപിച്ചാൽ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ജീവിത വ്യവഹാരങ്ങൾ കൊണ്ട് അതിനെ സാക്ഷീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്ത് ചെയ്യുന്നു? വഹ്ദഹു